എന്താണ് HMPV വൈറസ്? ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും 72 വയസ്സിന് മുകളിൽ പ്രായമായ അച്ഛനമ്മമാർക്കുമാണ്. HMPV വൈറസ് എന്ന് കേട്ട് നമ്മൾ പേടിക്കുകയോ ആശങ്കപ്പെടുകയോ വേണ്ടതില്ല. ജലദോഷം, ചുമ, ശ്വാസമുട്ട്, പിന്നെ മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവരിൽ അത് ന്യൂമോണിയയോ ബ്രോങ്കൈറ്റിസ് ആയോ മാറിയേക്കാം. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആയേക്കാവുന്ന സ്ഥലങ്ങളിൽ തീരെ കുഞ്ഞു കുട്ടികളെ, പ്രത്യേകിച്ച് 6 മാസം മുതൽ 1 വയസ്സ് വരെ പ്രായമായ കുട്ടികളെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാം. ഇതിന് പ്രത്യേകമായി ചികിത്സ ഇപ്പോൾ നിലവിലില്ല. ലോക്ക്ഡൗൺ, മാസ്ക്, കൊറോണ ഭീതി കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്നൊന്നും മുക്തി വരുന്നതേ ഉള്ളൂ. ആരോഗ്യരംഗവും സാമ്പത്തിക രംഗങ്ങളും മെച്ചപ്പെട്ടു വരുന്ന ഈ സാഹചര്യത്തിൽ വരുന്നൊരു വാർത്തയാണ് HMPV വൈറസ് ചൈനയിൽ സ്പ്രെഡ് ആകുന്നു എന്നുള്ളത്. എന്താണ് HMPV വൈറസ്? അതിൽ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം? ഇതിന് ഇത്രയധികം ഹൈപ്പ് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനൂപ് RC, കൺസൾട്ടൻറ്റ് ഓർത്തോപീഡിക് സർജൻ, സ്പ്രിംഗ്ഫീൽഡ് KMC ഹോസ്പിറ്റൽ, എറണാകുളം. എന്താണ് HMPV വൈറസ്? ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ്. ന്യൂമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ വരുന്ന വൈറസുകളെ അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പാണ് ന്യൂമോ വൈറസ്. ഈ HMPV വൈറസ് ആദ്യമായി കണ്ടെത്തുന്നത് 2001 നെതർലൻഡ്സിലാണ്. അത് സാധാരണ ഒരു ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിൽ ആണ് ഇത് കണ്ടെത്തിയത്. ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും 72 വയസ്സിന് മുകളിൽ പ്രായമായ അച്ഛനമ്മമാർക്കുമാണ് കൂടുതലായി ഇത് കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഈ HMPV വൈറസ് ഇപ്പോൾ ഇത്രയധികം ഹൈപ്പ് വരാൻ കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. കൊറോണ വൈറസ് വുഹാനിൽ നിന്ന് ഔട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം ചൈനയുടെ ഡിസീസ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് CDC, അവരുടെ സെൻറ്റിനൽ സർവൈലൻസ് കുറച്ചുകൂടി വിജിലൻ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ത്യക്കും എല്ലാ വികസിത രാജ്യങ്ങളിലും സെൻറ്റിനൽ സർവൈലൻസ് യൂഷ്വലി നടക്കുന്നതാണ്. എന്നാൽ ഏതൊക്കെ വൈറസുകൾ, അതായത് വിൻ്റർ സീസണിലും സ്പ്രിംഗ് സീസണിലും ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ യൂഷ്വലി അധികം ഡോക്യുമെൻ്റ് ചെയ്യാറില്ല. കാരണം അത് കോമൺലി വന്നു പോകുന്നതോ ആരോഗ്യത്തിന് കൂടുതൽ ഹാനികരമായ രീതിയോ അല്ലെങ്കിൽ ഹെൽത്ത് സിസ്റ്റത്തിന് കൂടുതൽ പ്രശ്നങ്ങളോ ഉണ്ടാവാതിരിക്കുന്ന സമയമായതുകൊണ്ട് യൂഷ്വലി അതൊരു സർവൈലൻസിന് വിധേയമാക്കാറില്ല. എന്നാൽ ഈ കൊറോണ ഔട്ട് ബ്രേക്കിന് ശേഷം ചൈന അത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും ഏതൊക്കെ വൈറസുകളാണെന്ന് ഈ വിൻ്റർ സ്പ്രിംഗ് സീസണിൽ സാധാരണ നമുക്ക് വരുന്ന ജലദോഷം, ചുമ പോലെയുള്ള കംപ്ലൈൻറ്റുകൾ എന്ത് വൈറസ് കാരണമാണെന്ന് അവർ കൂടുതൽ സർവൈലൻസിന് വിധേയമാക്കുകയും അതിൽ ഏറ്റവും കൂടുതൽ ഈ വിൻ്റർ സീസണിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കിയത് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇത് ഒരു വാർത്തയെ പ്രചരിച്ചപ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടത് ഇത് കൊറോണ പോലെ ഔട്ട് ബ്രേക്ക് ചെയ്ത് നമ്മളെ വീണ്ടും വീട്ടിലിരുത്തി ഈ മാസ്ക് ഇടിക്കുകയും പുറത്തിറങ്ങാതിരിക്കുകയും പറ്റുന്ന രീതിയിൽ ഒരു അസുഖമായി മാറിയേക്കാമെന്നാണ്. HMPV വൈറസ് എന്ന് കേട്ട് നമ്മൾ പേടിക്കുകയോ ആശങ്കപ്പെടുകയോ വേണ്ടതില്ല. ഇതിൻ്റെ വാർത്ത പുറത്തു വന്നതിൻ്റെ പ്രധാനമായ റീസൺ ഇതിൻ്റെ സർവൈലൻസ് സിസ്റ്റം. അതായത് ഒരു സാധാരണ നമ്മുടെ നാട്ടിലൊരു അസുഖം ഉണ്ടാകുമ്പോൾ അത് ഏത് വൈറസ് ആണെന്ന് പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സ് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ചില സാഹചര്യങ്ങളിൽ മാത്രമാണ്. എന്നാൽ ചൈനയിലുണ്ടായ ഈ അസ്വാഭാവികമായ ഔട്ട് ബ്രേക്കിന് ശേഷം അവർ കൃത്യമായി അത് സർവൈലൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു വൈറസ് കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടെത്തിയത്. HMPV വൈറസ് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് സാധാരണയായി വരുന്ന വൈറൽ ഫീവറുകൾ, അതായത് കോൾഡ്, ജലദോഷം, ചുമ, ശ്വാസമുട്ട്, പിന്നെ മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളവരിൽ അത് ന്യൂമോണിയയോ ബ്രോങ്കൈറ്റിസ് ആയോ മാറിയേക്കാം. അത് ഇമ്മ്യൂണോ കോംപ്രമൈസ്, അതായത് രോഗപ്രതിരോധ സംവിധാനം കുറവുള്ള ആൾക്കാരിൽ മാത്രമാണ് അത് അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലായിട്ട് വരുന്നത്. 2001 നെതർലൻഡ്സിലാണ് HMPV വൈറസ് ആദ്യമായി കണ്ടെത്തുന്നത്. ന്യൂമോവെറിഡി എന്ന ഫാമിലിയിൽപ്പെട്ട വൈറസാണ്. ഇത് കണ്ടെത്തിയതിന് ശേഷം ഇതൊരു ലൈഫ് ത്രെട്ടണിങ് എന്നുള്ള രീതിയിൽ പോയിട്ടില്ല. പിന്നെ ഇതിൻ്റെ വാക്സിൻ ട്രയൽസ് ഓൾറെഡി തന്നെ phase 1 ട്രയൽ കംപ്ലീറ്റ് ചെയ്ത ആണ്. കാരണം എപ്പോഴും വാക്സിൻസ് വരുന്നതിന് 4 ഫേസുകളാണുള്ളത്. അതിൽ ഇനീഷ്യൽ ഫേസ് ഓൾറെഡി പാസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ വാക്സിനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ ഈ ഒരു ഔട്ട് ബ്രേക്ക് കൂടെ വന്ന സ്ഥിതിക്ക് മിക്കവാറും വളരെ റീസെൻ്റായിട്ട് തന്നെ അതിൻ്റെ വാക്സിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ആരോഗ്യത്തെ കാര്യമായി ബാധിക്കുകയോ കൊറോണ പോലെ സ്പ്രെഡ് ചെയ്യുക ചാൻസ് ഉള്ളതോ ആയിട്ടുള്ള ഒരു വൈറസ് അല്ല. അതുകൊണ്ട് നമുക്കൊരു പാനിക് സിറ്റുവേഷൻ എന്ന് പറയുക ഇല്ല. എങ്കിലും ഓൾവേസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് അസുഖം വരുന്നതിലും നല്ലത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ എങ്ങനെ ഒഴിവാക്കാം, എന്തൊക്കെ പ്രതിരോധ മാർഗ്ഗങ്ങൾ നമുക്ക് അതിലേക്ക് എടുക്കാം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. പ്രധാനമായും ഇത് വരുന്നത്
5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്, പ്രധാനമായും 6 മാസം മുതൽ 12 മാസം വരെയുള്ള കുഞ്ഞു കുട്ടികൾക്കാണ് കൂടുതലും ഈ HMPV ഇൻഫെക്ഷൻ്റെ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കഴിവതും ഒരു എക്സ്പോഷർ കിട്ടാൻ സാധ്യതയുള്ള, അതായത് ഇപ്പോൾ അമ്മയ്ക്കൊരു പനി വന്നാൽ പലപ്പോഴും കണ്ടുവരുന്നതാണ് കുട്ടികളായിട്ട് ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെ നമ്മൾ സ്നേഹം കൊണ്ട് പോകുന്നതാവാം അവർ, പക്ഷേ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആയേക്കാവുന്ന സ്ഥലങ്ങളിൽ തീരെ കുഞ്ഞു കുട്ടികളെ, പ്രത്യേകിച്ച് 6 മാസം മുതൽ 1 വയസ്സ് വരെ പ്രായമായ കുട്ടികളെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാക്സിമം ഒഴിവാക്കാം. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് എയറോസോൾ സ്പ്രെഡാണ്. കൊറോണ സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ വയലിൽ നിന്ന് പോകുന്ന എയറോസോൾസ് വഴിയാണ് കൂടുതൽ ഇത് സ്പ്രെഡ് ആവുന്നത്. അല്ലെങ്കിൽ ആ അസുഖമുള്ള ഒരാൾ ടച്ച് ചെയ്ത സർഫസിൽ നമ്മൾ വീണ്ടും ടച്ച് ചെയ്യുമ്പോഴാണ് HMPV മറ്റൊരു രോഗിയിലേക്ക് ഇത് പടരുന്നത്. അപ്പോൾ നമ്മൾ കൊറോണയ്ക്ക് എടുത്ത അതേ പ്രിക്കോഷൻസ് തന്നെയാണ് ഇതിനും എടുക്കാവുന്നത്. അതായത് മാസ്ക് ധരിക്കുക, അതായത് ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ അതിന് പൊട്ടൻഷ്യലി ഉള്ള സോഴ്സസ് ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ മാസ്ക് ധരിക്കുക, പിന്നെ സാനിറ്റൈസർ ഉപയോഗിക്കുക, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്, ഡ്രിങ്ക്സ്, അതായത് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. ഇതിലൂടെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം പ്രോപ്പറായി നിലനിർത്തുന്നതിലൂടെയും നമുക്ക് ഈ HMPV വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. നമ്മളിപ്പോൾ സാധാരണ ഒരു വൈറൽ പനി വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാറല്ല യൂഷ്വലി പതിവ്. നമ്മുടെ ഹോം റെമഡീസും അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാറുന്നൊരു പ്രശ്നം ആൾക്കാരിൽ വന്നു പോകുന്നൊരു അസുഖമാണ്. ഈ റീസെൻ്റായിട്ട് വന്ന ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 5 വയസ്സ് കഴിഞ്ഞ കുട്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അവർക്ക് ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഈ HMPV ഇൻഫെക്ഷൻ വന്ന് അവർക്ക് ഓൾറെഡി ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുള്ളവരാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇത് വരാതിരിക്കുന്നത്. അതോ അത് വന്നാലും സാധാരണ ഒരു പനി പോലെ വന്ന് പോകുന്ന രീതിയിലേ ഉള്ളൂ. അത് മറ്റ് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗപ്രതിരോധ സംവിധാനം കുറഞ്ഞ ആളുകൾ, അതാണ് ഞാൻ പറഞ്ഞത്. 5 വയസ്സിന് താഴെയും 72 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് രോഗപ്രതിരോധ സംവിധാനം പ്രോപ്പറായി വർക്കിംഗ് ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ പ്രിക്കോഷൻസ്, ഞാനീ പറഞ്ഞ പോലെയുള്ള മാസ്ക് ധരിക്കുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത്, അത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോകുമ്പോൾ, അതായത് ഹോസ്പിറ്റലുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുമ്പോൾ ഒക്കെ ആണ് നമ്മൾ കൂടുതൽ ആളുകളുമായി കോണ്ടാക്ട് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ആ സാഹചര്യങ്ങളിൽ സാനിറ്റൈസർ ഉപയോഗിക്കുന്നതും മാസ്ക് ഉപയോഗിക്കുന്നതും ഇങ്ങനെയുള്ള ആൾക്കാരിൽ വളരെയധികം ഫലപ്രദമാണ്. ഇനി ഇതിന് ചികിത്സ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് പ്രത്യേകമായി ചികിത്സ ഇപ്പോൾ നിലവിലില്ല. സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് കാരണം ഒരു ജലദോഷം വരിക, അല്ലെങ്കിൽ മൂക്കടപ്പ് വരിക, ശരീരവേദന വരിക, അങ്ങനെയുള്ള അവസ്ഥകളിൽ അതിന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ. മിക്കവാറും ഒട്ടുമിക്ക വൈറസ് ഇൻഫെക്ഷനുകൾക്ക് നമ്മൾ അത് തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്, സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് കൊടുക്കുന്നത്. പിന്നെ വാക്സിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി തന്നെ ഇതിൻ്റെ 2001 നെതർലൻഡ്സിൽ ഇത് ആദ്യമായി കണ്ടെത്തിയതിന് ശേഷം വാക്സിൻ ട്രയൽസ് അന്നേ സ്റ്റാർട്ട് ചെയ്തതാണ്. ആളുകളിലേക്ക് കൊടുത്തു തുടങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ആ വാക്സിൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ടെന്നാണ് ഏറ്റവും റീസെൻറ്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പോൾ അത് ഉടനെ തന്നെ അതിൻ്റെ വാക്സിൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊറോണ പോലെ നമ്മളെ ജീവിതത്തിൽ നമ്മുടെ മാത്രമല്ല ലോകമാകെ ഉണ്ടാകുന്ന ഒരു ഗ്ലോബൽ പാൻഡമിക് പോലെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു പരിഭ്രാന്തിയുടെ സിറ്റുവേഷൻ ഇല്ല എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ അവരുടെ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്.